ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രചാരം നേടിയ ഒന്നാണ് സ്റ്റാമ്പ് ശേഖരണം. ഫിലാറ്റലി എന്നാണ് സ്റ്റാമ്പ് ശേഖരണത്തിന് പറയുന്ന സാങ്കേതിക പദം. ഹോബികളുടെ രാജാവെന്നും രാജാക്കന്മാരുടെ ഹോബിയെന്നും വിളിക്കുന്ന വിനോദമാണ് സ്റ്റാമ്പ് ശേഖരണം. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഹമീദ് സ്റ്റാമ്പ് ശേഖരണത്തിന് തുടക്കമിട്ടത്. 60ഓളം രാജ്യങ്ങളിലെ 5000ഓളം സ്റ്റാമ്പുകൾ ഹമീദിന്റെ പക്കലുണ്ട്. ഇതിനു പുറമെയാണ് നാണയങ്ങളുടെയും കറൻസികളുടെയും ശേഖരണം. വിവിധ രാജ്യങ്ങളിലേതുൾപ്പെടെ 300-ൽ പരം നാണയങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്തെ 1 പൈസ, 2 പൈസ, 3 പൈസ മുതലുള്ളവ ശേഖരണത്തിൽപ്പെടും. കൂടാതെ 100-ൽ പരം കറൻസികളുമുണ്ട്. കുട്ടിക്കാലത്ത് വിദേശത്തു നിന്നെത്തിയ ബന്ധുക്കൾ വഴിയാണ് സ്റ്റാമ്പ് ശേഖരണം ആരംഭിച്ചതെന്നും പിന്നെ അതൊരു ശീലമായെന്നും ഹമീദ് പറയുന്നു. ഞാനിത് ഏതാണ്ട് ഹൈസ്കൂൾ പഠിക്കുന്ന കാലം മുതൽ ആരംഭിച്ചതാണ് സ്റ്റാമ്പ് കളക്ഷൻ. സ്റ്റാമ്പ് കളക്ഷന് സുപ്രധാനമായ ഹോബിയിൽ പെട്ടതുകൊണ്ട് എനിക്ക് അന്ന് മുതലേ വളരെ താല്പര്യമായിരുന്നു അത്. ഞാനൊരു സ്റ്റാമ്പിന് വേണ്ടി തന്നെ പല സ്ഥലങ്ങളും സന്ദർശിക്കുകയും പല ആൾക്കാരെ സമീപിക്കുകയും അങ്ങനെ ബൃഹത്തായ രീതിയിൽ തന്നെ സ്റ്റാമ്പ് കളക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു സ്റ്റാമ്പിന് വേണ്ടി ഞാൻ വളരെ ദൂരത്തോളം സഞ്ചരിച്ച ചില അനുഭവങ്ങൾ തന്നെ എനിക്കുണ്ട്. ഇപ്പോഴും ഞാൻ പല സുഹൃത്തുക്കൾ മുഖേന കിട്ടാവുന്നത്രയും കറൻസിയും കോയിൻസും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു നല്ലൊരു ഹോബി ആയതുകൊണ്ടാണ് എനിക്ക് ഇന്നും അതിൻ്റെ മുകളിലൊരു തുടർച്ചയായിട്ടുള്ള ആ ഒരു ഹോബി നിലനിർത്താൻ വേണ്ടി സാധിക്കുന്നു. UAE-യിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് അവിടെ എത്തിയിരുന്ന വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കത്തുകളിൽ നിന്നും ഒട്ടേറെ സ്റ്റാമ്പുകൾ ലഭിച്ചു. ഇപ്പോൾ 73 വയസ്സുണ്ട് ഹമീദിന്. ഇദ്ദേഹം സ്റ്റാമ്പ് ശേഖരണം ഇന്നും തുടരുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.